ബോളിവുഡ് ഒരു വൻ മരമാണെങ്കിൽ അതിന്റെ വേരുകളാണ് കപൂർ കുടുംബം എന്ന് പറയാറുണ്ട്. ബോളിവുഡിലെ നല്ലൊരു വിഭാഗം താരങ്ങളുടെയും പേരിന്റെ കൂടെ വാലായി കപൂർ എന്ന് നമ്മൾ കാണാറുണ്ട്. ഒരിക്കലെങ്കിലും ആരടാ ഇവരൊക്കെ, ഇവർ തമ്മിലുള്ള ബന്ധമെന്ത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കാണും. രാജ് കപൂർ, കരീന കപൂർ, രൺബീർ കപൂർ, ഷാഹിദ് കപൂർ, അനിൽ കപൂർ തുടങ്ങിയ അനേകം പേരുണ്ട്. ഇവരൊക്കെ ആരൊക്കെയാണെന്നും പരസ്പരം ഇവരൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നമുക്കൊന്ന് നോക്കിയാലോ. ബോളിവുഡിൽ പ്രധാനമായും 4 കപൂർ കുടുംബങ്ങളാണുള്ളത്. പൃഥ്വിരാജ് കപൂർ കുടുംബം, സുരീന്ദർ കപൂർ കുടുംബം, ജിതേന്ദ്രയുടെ കുടുംബം, പങ്കജ് കപൂർ കുടുംബം. ഇവരെല്ലാം കപൂർ എന്ന പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 4 വ്യത്യസ്ത കുടുംബ ശാഖകളാണ്. ഈ 4 കുടുംബങ്ങളിൽ ഹിന്ദി സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് പൃഥ്വിരാജ് കപൂറും അദ്ദേഹത്തിന്റെ പിൻഗാമികളുമാണ്. ഈ കുടുംബമാണ് ഹിന്ദി സിനിമയുടെ ആരംഭകാലം മുതൽക്ക് ഇന്ന് വരെ ജ്വലിച്ചു നിൽക്കുന്ന ഒരേ ഒരു കപൂർ ഫാമിലി, അതായത് ഏറ്റവും പ്രബലമായ കപൂർ ഫാമിലി. ഒരു കാലത്ത് സിനിമ എന്നതൊരു മോശം തൊഴിലായി കണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് പൃഥ്വിരാജ് കപൂറിന്റെ കുടുംബം അതിന്റെ ഉപജീവന മാർഗം എന്ന നിലയിൽ തെരഞ്ഞെടുത്തത്. കർഷകന്റെ മകൻ കർഷകനും, ഡോക്ടറുടെ മകൻ ഡോക്ടറും, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയറുമായി ജോലി തെരഞ്ഞെടുത്തിരുന്ന ആ കാലത്ത് സിനിമാ നടീനടന്മാരുടെ മക്കൾ ആ തൊഴിലുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് വളരെ അപൂർവമായിരുന്നു. എല്ലാ കാലത്തും സിനിമാ സ്ക്രീനുകൾ വലിയ പളപളപ്പുള്ള ഒരു മായാലോകമാണ് പ്രേക്ഷകന് മുന്നിൽ കാണിച്ചിരുന്നത്. അതേസമയം തന്നെ അതിന്റെ വൃത്തികെട്ട അണിയറ കഥകൾ പൊടിപ്പും തൊങ്ങലും ചാർത്തി മഞ്ഞപത്രങ്ങളിലും മാസികകളിലും അപ്പോൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരുന്നു. ഇതിന്റെ ദൂഷ്യവശങ്ങൾ നമ്മുടെ മലയാളം സിനിമയിലടക്കം പല പ്രശസ്ത നടീനടന്മാർക്കും മുൻകാലങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പൃഥ്വിരാജ് കപൂറിലൂടെ ഈ കുടുംബം സിനിമാ മേഖലയിലേക്ക് കാലെടുത്തു വെച്ചു. പൃഥ്വിരാജിന്റെ അച്ഛൻ ഇന്നത്തെ പാകിസ്ഥാനിലെ പെഷവാറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. മുത്തച്ഛൻ സാമുദ്രിയിലെ തഹസിൽദാറുമായിരുന്നു. പൃഥ്വിരാജ് കപൂറിന്റെ സിനിമയിലേക്കുള്ള പ്രവേശനം ഏറെ കഠിനാധ്വാനം നിറഞ്ഞതായിരുന്നു. നിയമ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് അദ്ദേഹം തന്റെ സ്വപ്നമായ അഭിനയത്തിന് പിന്നാലെ പോയത്. അഭിഭാഷകനാകേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ അഭിനയമോഹമായിരുന്നു. ഒടുക്കം അച്ഛനെ താല്പര്യമറിയിച്ച് അദ്ദേഹം സിനിമയിൽ ഒരു കൈ നോക്കാൻ അനുവാദം വാങ്ങി. 1928 കുറച്ച് പണവുമായി അദ്ദേഹം തന്റെ സ്വപ്നഭൂമിയായ ബോംബെയിലെത്തി. ബോംബെയിലെത്തിയ ഉടനെ തന്നെ ഒന്നും അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചില്ല. ഇമ്പീരിയൽ ഫിലിം കമ്പനിയിൽ ഒരു ശമ്പളവുമില്ലാതെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത്. ഷൂട്ടിംഗ് സെറ്റുകളിൽ ജനക്കൂട്ടത്തിനിടയിൽ പേരില്ലാത്ത ഒരാളായി അദ്ദേഹം അഭിനയം തുടങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും ആജ്ഞാശക്തിയുള്ള ശബ്ദവും ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗ്യം തെളിഞ്ഞ ഒരു നാൾ സിനിമാ ഗേൾ എന്ന നിശബ്ദ ചിത്രത്തിൽ നായകനാകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ പ്രയാണം പിന്നീട് ചരിത്രമായി മാറി. തുടർന്ന് നിശബ്ദ സിനിമകളിൽ നിന്ന് ശബ്ദമുള്ള ചിത്രങ്ങളിലേക്ക് സിനിമ മാറിയപ്പോഴും ആ ചരിത്രത്തിൽ പ്രധാനിയാവാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. 1931 ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രമായ ആലം ആര പുറത്തിറങ്ങിയപ്പോൾ അതിലൊരു പ്രധാന വേഷം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സിനിമാ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും നാടകത്തിനോട് അദ്ദേഹത്തിന് എന്നും ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട നാടക ട്രൂപ്പുകളിൽ ഒന്നായ പൃഥ്വി തിയേറ്റേഴ്സ്. പൃഥ്വിരാജ് കപൂറും അദ്ദേഹത്തിന്റെ 150ഓളം വരുന്ന കലാകാരന്മാരും ഇന്ത്യയിലുടനീളം ട്രെയിനുകളിൽ സഞ്ചരിച്ച് നാടകങ്ങൾ അവതരിപ്പിക്കുക പതിവായിരുന്നു. ഈ നാടക സംഘത്തിന് സ്ഥിരമായ ഒരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. അതിനാൽ മൂവിംഗ് തിയേറ്റർ എന്ന് ഈ സംഘം അറിയപ്പെട്ടു. കേവലം വിനോദത്തിനപ്പുറം വിഭജനം, വർഗീയത, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളാണ് ഈ നാടകങ്ങൾ ചർച്ച ചെയ്തത്. പത്താൻ, ദീവാർ തുടങ്ങിയവ അക്കാലത്തെ പൃഥ്വി തിയേറ്റേഴ്സിന്റെ പ്രസിദ്ധ നാടകങ്ങളാണ്. മുംബൈയിലെ ജുഹുവിലുള്ള ഈ തിയേറ്റർ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. ആഴ്ചയിൽ 6 ദിവസവും ഇവിടെ ഇപ്പോഴും നാടകങ്ങൾ അരങ്ങേറാറുണ്ട്. മൂവിംഗ് തിയേറ്റർ എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി കലയെയും നാടകത്തെയും സ്നേഹിക്കുന്നവർക്കായി മുംബൈയിൽ ഒരു സ്ഥിരം ഇടമായി പൃഥ്വി തിയേറ്റർ ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. പൃഥ്വിരാജ് കപൂറിന്റെ സിനിമാ ചരിത്രത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്റെ 3 മക്കളെയും അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവരികയും അവരെല്ലാം തന്നെ പ്രസിദ്ധരായി മാറുകയും ചെയ്തു. രാജ് കപൂർ, ഷമ്മി കപൂർ, ശശി കപൂർ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഈ മൂവർ സംഘത്തിൽ മൂത്തവനായ രാജ് കപൂർ ഇന്ത്യൻ സിനിമയിലെ ഷോമാനായി കണക്കാക്കപ്പെടുന്നു. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. ആവാര, ശ്രീ 420, മേരാനാം ജോക്കർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ക്ലാസിക് സിനിമകളാണ്. റഷ്യയിലും ചൈനയിലും മിഡിൽ ഈസ്റ്റിലും വരെ ജനപ്രീതിയുള്ള ഒരു താരമായിരുന്നു അദ്ദേഹം. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നിവ നൽകി ആദരിച്ചു. രാജ് കപൂറിന്റെ മക്കളായിരുന്നു രൺധീർ കപൂർ, രാജീവ് കപൂർ, കൂടാതെ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട റൊമാന്റിക് ഹീറോ ഋഷി കപൂർ തുടങ്ങിയവർ. ഋഷി കപൂറിന്റെ പുത്രനാണ് നമുക്കേവർക്കും പ്രിയങ്കരനായ ബോളിവുഡിലെ രൺബീർ കപൂർ. ഋഷി കപൂറിന്റെ 2 സഹോദരങ്ങളും സിനിമയിലെ മിന്നും താരങ്ങൾ തന്നെയായിരുന്നു. രൺധീർ കപൂറിന്റെ മക്കളാണ് നടിമാരായ കരിഷ്മ കപൂർ, കരീന കപൂർ എന്നിവർ. നമുക്ക് 1-2 തലമുറ പിന്നോട്ട് ഒന്നുകൂടി പോയി വരേണ്ടതുണ്ട്.
പൃഥ്വിരാജ് കപൂറിന്റെ മക്കളായ രാജ് കപൂർ, ഷമ്മി കപൂർ, ശശി കപൂർ എന്നിവരെ കുറിച്ച് പറഞ്ഞുവല്ലോ. രാജ് കപൂറിനെ നമ്മൾ വിശദമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ ഷമ്മി കപൂർ, ശശി കപൂർ എന്നിവർ അക്കാലത്തെ ബോളിവുഡിലെ ജ്വലിക്കുന്ന താരങ്ങൾ തന്നെയായിരുന്നു. ഷമ്മി കപൂർ ബോളിവുഡിലെ സ്റ്റൈലിഷ് ഹീറോ എന്നറിയപ്പെട്ടു. ഇന്ത്യൻ എൽവിസ് പ്രസ്ലി എന്നും അദ്ദേഹത്തെ ആരാധകർ വിളിക്കാറുണ്ടായിരുന്നു. എൽവിസ് പ്രസ്ലി എന്നാൽ ഹോളിവുഡിലെ അക്കാലത്തെ ഒരു സൂപ്പർ താരമായിരുന്നു. ശശി കപൂർ ആകട്ടെ നടനായും നിർമ്മാതാവായും ഒരുപോലെ തിളങ്ങി. പൃഥ്വി തിയേറ്റേഴ്സിനെ ഇന്നത്തെ നിലയിൽ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ശശി കപൂറാണ്. പൃഥ്വിരാജ് കപൂറിന്റെയും അദ്ദേഹത്തിന്റെ തലമുറയുടെയും സംഭാവനകൾ എളുപ്പം പറഞ്ഞു തീരുന്നതല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് പൃഥ്വിരാജിൽ നിന്നും ബോളിവുഡിലെ മറ്റൊരു കപൂർ കുടുംബമായ സുരീന്ദർ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. സിനിമാ ലോകത്ത് കപൂർ കുടുംബം എന്ന് കേൾക്കുമ്പോൾ ആദ്യം പൃഥ്വിരാജ് കപൂർ കുടുംബമാണ് ഓർമ്മ വരികയെങ്കിലും ബോളിവുഡിൽ നിർണായക സ്വാധീനമുള്ള മറ്റൊരു കപൂർ ശാഖയാണ് സുരീന്ദർ കുടുംബം. ഇന്ന് ബോളിവുഡിലെ പ്രബലരായ പല നിർമ്മാതാക്കളും നടന്മാരും ഈ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. പൃഥ്വിരാജ് കപൂറിന്റെ കസിനായിരുന്നു സുരീന്ദർ കപൂർ. ഇദ്ദേഹം പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു. ഹം പാഞ്ച്, വോ സാത് ദിൻ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രധാന സിനിമകളാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് ബോണി കപൂർ, അനിൽ കപൂർ, സഞ്ജയ് കപൂർ എന്നിവർ. ബോണി കപൂർ ബോളിവുഡിലെ മുൻനിര നിർമ്മാതാവാണ്. അന്തരിച്ച ഇതിഹാസ നടി ശ്രീദേവി ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. നടൻ അർജുൻ കപൂർ, നടിമാരായ ജാൻവി കപൂർ, ഖുഷി കപൂർ തുടങ്ങിയവർ ഇദ്ദേഹത്തിന്റെ മക്കളാണ്. ഇദ്ദേഹത്തിന്റെ അനുജൻ അനിൽ കപൂറിനെ കുറിച്ച് മുഖവുര ഒന്നും വേണമെന്ന് കരുതുന്നില്ല. ഇന്നും ബോളിവുഡിലെ എവർഗ്രീൻ താരമാണ് ഇദ്ദേഹം. താരങ്ങളായ സോനം കപൂർ, ഹർഷവർദ്ധൻ കപൂർ എന്നിവർ ഇദ്ദേഹത്തിന്റെ മക്കളാണ്. അനിൽ കപൂറിന്റെ അനുജൻ സഞ്ജയ് കപൂറും നടനും നിർമ്മാതാവുമായിരുന്നു. ഇനി മറ്റൊരു കപൂർ കുടുംബത്തെ പരിചയപ്പെടാം. ജിതേന്ദ്രയുടെ കുടുംബം. പൃഥ്വിരാജ്, സുരീന്ദർ കുടുംബങ്ങളുമായി ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമൊന്നുമില്ല. സിനിമാ നിർമ്മാണത്തിലും അഭിനയത്തിലും ഈ കുടുംബം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ജിതേന്ദ്ര രവി കപൂർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 60കളിലും 70കളിലും ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇദ്ദേഹം. ജമ്പിംഗ് ജാക്ക് എന്നറിയപ്പെട്ടിരുന്ന ജിതേന്ദ്ര തന്റെ വ്യത്യസ്തമായ ഡാൻസിംഗ് സ്റ്റൈലിലൂടെ ആരാധകരെ കയ്യിലെടുത്തിരുന്നു. ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ ക്വീൻ എന്നറിയപ്പെടുന്ന ഏക്ത കപൂർ ഇദ്ദേഹത്തിന്റെ മകളാണ്. ഇവർ ബോളിവുഡിലെ പ്രസിദ്ധയായ നിർമ്മാതാവ് കൂടിയാണ്. ജിതേന്ദ്രയുടെ മകനായ തുഷാർ കപൂർ ബോളിവുഡിലെ പ്രമുഖ താരമാണ്. ഗോൾമാൾ മൂവി സീരീസിലൂടെ ഏവർക്കും പ്രിയങ്കരനായ താരമാണ് ഇദ്ദേഹം. ഇനിയുള്ളത് പങ്കജ് കപൂറിന്റെ കുടുംബമാണ്. ഒരു മികച്ച നടനായും താരമായും പേരുകേട്ട ഇദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് അഭിനയ പഠനം പൂർത്തിയാക്കിയത്. മികച്ച നടനുള്ള 3 ദേശീയ പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനാണ് ബോളിവുഡിലെ സൂപ്പർ താരമായ ഷാഹിദ് കപൂർ. ബോളിവുഡിലെ കപൂർ സാമ്രാജ്യം എന്നത് പതിറ്റാണ്ടുകൾ കൊണ്ട് പടർന്നു പന്തലിച്ച ഒരു വടവൃക്ഷമാണ്. ഇത്രയും വിശാലമായ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ പ്രയാസമായതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രമേ നമ്മൾ പരാമർശിച്ചിട്ടുള്ളൂ. കാലം മാറുമ്പോഴും പുതിയ തലമുറകൾ ഏറ്റെടുത്തുകൊണ്ട് കപൂർ എന്ന നാമം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.